ഹലോ വെൽക്കം ടു നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആഗ്ര. അങ്ങനെ ജയ്പൂർ എല്ലാം കണ്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് ഫ്രഷ് അപ്പ് ആയി ആഗ്ര പോവാൻ നിൽക്കാം. പിന്നെ ആസ് യൂഷ്വൽ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയി, കാരണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് പഴം, പിന്നെ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, പിന്നെ അവിലുപ്മ, ഉഴുന്നുവട, പിന്നെ ജ്യൂസ്, ചോക്കോസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങാൻ തന്നെ ടൈം ഒരു 10:30 എബോവ് ആയി. അത് തന്നെ ഭയങ്കര ഒരു ലേറ്റായി പോയി. നൈറ്റ് നല്ല ലോ ടെമ്പറേച്ചർ ആണെങ്കിലും മോർണിംഗിൽ നല്ല ഹൈ ആണ് കേട്ടോ. അത്യാവശ്യത്തിന് നല്ല സൺലൈറ്റ് ഉണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നിർത്തിയൊക്കെ പോയ കാരണം റോഡ് സൈഡിൽ ഇതുപോലെ സ്നാക്സ് ഒക്കെ കഴിച്ച് ചായ ഒക്കെ കുടിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ രാജസ്ഥാൻ ചായ എനിക്ക് നല്ല ഇഷ്ടമായി, അത്ര ടേസ്റ്റി ആയിരുന്നു. ജയ്പൂർ ടു ആഗ്ര നല്ല അടിപൊളി ഹൈവേ ആണ് കേട്ടോ. ട്രാവലിംഗ് അതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ ടോട്ടൽ 258 കിലോമീറ്റേഴ്സ് ഉണ്ട്. ഒരു 5 hours ഒരു ട്രാവൽ ഉണ്ടായിരുന്നു. ഓൺ ദ വേ ഹൈവേയിൽ ഇതുപോലെ യെല്ലോയിഷ് ആയിരിക്കും കേട്ടോ. ഫുള്ള് മസ്റ്റർഡ് ഓയിലിൻ്റെ ഫാമിംഗ് ആണ്. നമ്മൾ സൗത്ത് ഇന്ത്യൻസ് എസ്പെഷ്യലി കേരള പീപ്പിൾ കുക്കിങ്ങിനൊക്കെ കോക്കനട്ട് ഓയിലാണല്ലോ യൂസ് ചെയ്യുക. അതുപോലെ അവർക്ക് മസ്റ്റർഡ് ഓയിലാണ്. അങ്ങനെ 3 മണിയൊക്കെ ആയപ്പോഴേക്കും ആഗ്രത്തി. ആ ഒരു സമയം സ്കൂൾ ടൈമാണെന്ന് തോന്നുന്നു. പിള്ളേരൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നല്ല ട്രാഫിക്കും ഉണ്ടായിരുന്നു. പിന്നെ ആഗ്ര കമ്പാരിറ്റീവ്ലി ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള പ്ലേസും ഒട്ടും ഡെവലപ്ഡ് ആയിരുന്നില്ല. അതുപോലെ ഭയങ്കര സൗണ്ടും ഭയങ്കര പൊല്യൂട്ടഡ് ആയ ഒരു ഫീലായിരുന്നു ആഗ്രയിലേക്ക് എത്തിയപ്പോൾ തന്നെ. എന്തൊക്കെ ആയാലും താജ്മഹൽ ഫോർ ദ ഫസ്റ്റ് ടൈം, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു. ഫൈനലി ഇതാണ് താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഏരിയ. പിന്നെ ഇതാണ് താജ്മഹലിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്. ഇതല്ലാതെ വേറെ കുറേ എൻട്രൻസ് ഉണ്ട്. ഞങ്ങൾ പോയപ്പോൾ തന്നെ ഒരു ഗൈഡിനെ സെറ്റ് ചെയ്ത് ആൾ ഞങ്ങളെ ഒരു VIP റൂട്ട് കൊണ്ട് ഇതുപോലെ ചെറിയൊരു സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ കൊണ്ടുപോയിട്ടു. ഇവിടുന്ന് അവർ ട്രാവലിംഗ് റിക്ഷയിലാണ് നമ്മൾ കൊണ്ടുപോകണേ കേട്ടോ. പക്ഷേ അവരിങ്ങനെ വെറുതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കട്ടെ അവിടെ എല്ലാ വെഹിക്കിൾസിൻ്റെ ഓണേഴ്സും. അത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ. അങ്ങനെ നമ്മുടെ ഗൈഡ് തന്നെ ഓൺലൈൻ ടിക്കറ്റ് ഒക്കെ എടുത്ത് ചെക്ക് ഇൻ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് എൻ്റർ ആവാണ്. ഈ ഒരു എൻട്രൻസിൽ തന്നെ താജ്മഹലിലെ പല ഇയേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ ഫസ്റ്റ് ഫേസ് എന്ന് പറയാം. ഇതിൻ്റെ ഉള്ളിലാണ് ശരിക്കും താജ്മഹൽ ബിൽഡ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഫോട്ടോഷൂട്ട് ഏരിയാസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു താജ്മഹലിൻ്റെ വ്യൂ കിട്ടുന്നത്. ഞങ്ങൾ പോയത് മൺഡേ ആയിരുന്നു, പക്ഷേ എന്നിരുന്നാലും ഇതുപോലെ ക്രൗഡഡ് ആയിരുന്നു. പിന്നെ ഈ ഒരു ഏരിയയിലാണെങ്കിൽ 50 റുപ്പീസും താജ്മഹലിൻ്റെ ഉള്ളിൽ കിടക്കാന്നാണെങ്കിൽ 200 റുപ്പീസ്, അങ്ങനെ 250 റുപ്പീസാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. പിന്നെ ഉള്ളിലേക്ക് കിടക്കണം എന്നുണ്ടെങ്കിൽ ഷൂ കവേഴ്സ് ഇട്ടിട്ട് വേണം പോകാൻ. ഈ ഒരു എൻട്രൻസിൻ്റെ സൈഡിലായിട്ട് തന്നെ അവരവിടെ കൊടുക്കുന്നുണ്ട്. ശരിക്കും താജ്മഹലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള വ്യൂ നല്ല അടിപൊളിയാണ്. അതുപോലെ ഞങ്ങൾ ഈവനിങ് ആവാറാകുമ്പോൾ തന്നെ കംപ്ലീറ്റ്ലി നല്ല മിസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു സമാധിയുടെ ഉള്ളിലേക്ക് ഫോൺ അലൗഡ് അല്ല, അതുപോലെ വീഡിയോസ് ഒന്നും നമുക്ക് എടുക്കാനും പറ്റില്ല. പിന്നെ ഈ ഒരു താജ്മഹൽ എന്നുള്ളത് കംപ്ലീറ്റ്ലി 4 ഫേസസും ഈക്വൽ ആണ്. പിന്നെ എൻട്രി എക്സിറ്റിന് 2 വഴിയൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കുറേ ഏരിയാസ് നമുക്ക് കവർ ചെയ്യണമെങ്കിൽ കവർ ചെയ്യാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഇതുപോലെ പുറത്ത് കുറേ ഷോപ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ഗൈഡ് ഉള്ളത് നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. പിന്നെ അവർ കുറേ ആ ഹിസ്റ്ററി ഒക്കെ പറഞ്ഞു തരും. പിന്നെ ഇതിൻ്റെ അടുത്ത് കുറേ ഷോപ്സ് ഉണ്ട്. അവിടെ ഇതുപോലെ മാർബിളിലുള്ള ചെറിയ ചെറിയ സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആണ്. സ്റ്റാർട്ടിങ് തന്നെ 1500 2000 വരുന്നുണ്ട്. പിന്നെ താജ്മഹലിൻ്റെ എൻട്രൻസിൽ ഇതുപോലെ കുറേ ഫുഡ് ഷോപ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ. ജയ്പൂരിൽ നിന്ന് കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങിയ കാരണം ആഗ്ര ഫോർട്ട് ഞങ്ങൾക്ക് മിസ്സായി. പക്ഷേ ഞാനത് റോഡ് സൈഡിൽ നിന്ന് കണ്ടു, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇത് യമുന എക്സ്പ്രസ് ഹൈവേയിലുള്ള നല്ല ഹാർഡ് നൈറ്റ് ഡ്രൈവ് ആണ്. ആഗ്ര ടു ഡൽഹി പോകുന്ന എക്സ്പ്രസ് ഹൈവേ ആണിത്. 12 ലൈൻ റോഡാണ്. ലേറ്റ് ആവും തോറും നല്ല മിസ്റ്റായിരുന്നു. ഇതുപോലെ ഒന്നും കാണാതെ ഹസാർഡ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ മാത്രമായിരുന്നു ഈ ഒരു ട്രാവൽ. ആഗ്ര ടു ഡൽഹി 5 hours ട്രാവലാണ്. പക്ഷേ ഇങ്ങനെ മിസ്റ്റൊക്കെ ആയിട്ട് ഒന്നും കാണാത്ത കാരണം ഭയങ്കര സ്ലോ ആയിട്ടേ പോകാൻ പറ്റൂ. പിന്നെ ഈ ഒരു എക്സ്പ്രസ് ഹൈവേയിൽ നമ്മൾ കുറച്ച് ദൂരം ഒരു 15 കിലോമീറ്റേഴ്സ് ഒക്കെ ട്രാവൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ ഫുഡ് കോർട്ട്സ്, വാഷ്റൂംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫുഡ്സ് ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഫുള്ളി മിസ്റ്റായിരുന്നു. പിന്നെ ഒരു 11:30 ഒക്കെ ആയപ്പോഴേക്കും ഡൽഹി എത്തിയപ്പോൾ മിസ്റ്റ് അത്രയ്ക്കില്ല, അതുപോലെ തണുപ്പും കുറവായിരുന്നു. ഹോട്ടൽ ഫ്ലോറൻസ് ഇന്നലാണ് ഞങ്ങൾ റൂം എടുത്തിട്ടുണ്ടായിരുന്നത്. കരോൾ ബാഗിലായിരുന്നു കേട്ടോ സ്ഥലം. നൈറ്റ് 11:30 ആണെങ്കിലും ഞങ്ങൾ ജസ്റ്റ് റൂമിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം ഒരു വാക്കിന് പോയി. നൈറ്റ് 11:30 ആയ കാരണം അത്ര ക്രൗഡഡ് ഒന്നും ആയിരുന്നില്ല, പക്ഷെ എന്നാലും കുറച്ച് ആൾക്കാരൊക്കെ റോട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ റോട്ടിൽ എന്താണെന്നറിയില്ല, ഫുൾ വേസ്റ്റ് ആയിരുന്നു. ഇവിടെ മോർണിംഗിൽ നല്ല ക്രൗഡഡും പിന്നെ ചെറിയ ചെറിയ സ്ട്രീറ്റ് ഷോപ്സ് ഒക്കെ ഉള്ള ഏരിയ എന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇതുപോലെ റൊട്ടി ഉണ്ടാക്കുന്നത് അവിടെ നമുക്ക് കുറേ കാണാം കേട്ടോ. ജയ്പൂരിലും ഇതുപോലെ തന്നെയാണ് അവർ റൊട്ടി ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഫുൾ കുറേ വേസ്റ്റും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഈ ഷോപ്സ് ഒക്കെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിട്ട് അവർ പോയിട്ടുണ്ട്. അങ്ങനെ ആഗ്രയിൽ നിന്ന് ഡൽഹി എത്തി. ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കണ്ടിന്യൂ ചെയ്യാം. ബൈ.